ഹായ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് ആറ്റം എന്ന ഭാഗത്തില് പ്രീവിയസ്ലി കഴിഞ്ഞ വർഷം LDC പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആറ്റത്തിനെ കുറിച്ച് മാത്രം കഴിഞ്ഞ LDC പരീക്ഷയിൽ 14 ജില്ലകളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് ആണ് അവ. അപ്പൊ നമുക്ക് നോക്കാം. ആറ്റത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ആറ്റം നമ്മൾ പറയാൻ പോകുന്ന മുൻകാലങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള, അതായത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നോക്കിക്കോളാം. അതിലൊന്നാമത് നമ്മൾ ഫസ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2017 LDC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രിവാൻഡ്രത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളാം. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന കണങ്ങൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇലക്ട്രോൺ, ബി പ്രോട്ടോൺ, സി ന്യൂട്രോൺ, ഡി ഇവയൊന്നുമല്ല. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന കണങ്ങളെ പറയുന്ന പേരെന്താണ്? 2017 LDC ട്രിവാൻഡ്രം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന കണങ്ങളെ നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, ന്യൂക്ലിയസിനെ, അതായത് ഒരു ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന കണങ്ങളെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത പാതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നോക്കാം. ഇലക്ട്രോൺസ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന കണങ്ങളെ പറയുന്ന പേരാണ് പറയുന്നത് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണിന്റെ സഞ്ചാര പാതയെ പറയുന്ന പേരാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ സഞ്ചാര പാതയെ പറയുന്ന പേരാണ് ഓർബിറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേര് ഷെൽ എന്ന് പറയും. ഇലക്ട്രോണിന്റെ സഞ്ചാര പാതയെ പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്. ഈ ഓർബിറ്റിൽ കൂടിയാണ് ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നത്. ഈ ഓർബിറ്റിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n² ആണ്. 2n². n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണ് എന്നതിനാണ് n ഉദ്ദേശിക്കുന്നത്. n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണ് എന്നതിനാണ് n നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇലക്ട്രോണിന്റെ സഞ്ചാരപാത, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്. ഈ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ, ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2n² ആണ്. ഓർബിറ്റൽസ് ഏതൊക്കെയെന്ന് നോക്കാം. ഈ ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന ഓർബിറ്റലിന് നമ്മുടെ നെയിം ചെയ്തിട്ടുണ്ട്. കെ ഷെല്ല്, എൽ, എം, എൻ, അങ്ങനെയാണ് ഷെല്ലുകൾ നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത്. കെ ഷെൽ, ഒന്നാമത്തെ ഷെല്ലിനെ പറയുന്ന ഒരു കെ ഷെൽ, രണ്ടാമത്തെ ഷെല്ല് എല്, മൂന്നാമത്തെ ഷെല്ല് എം, നാലാമത്തെ ഷെല്ല് എൻ. അപ്പം ഓരോ ഓർബിറ്റലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞ് 2n² ആണെന്ന് പറഞ്ഞ്, n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണോ അതിനെയാണ് നമ്മൾ n കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകൾ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു 2n² ആണ് ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ കെ ഷെൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ 2n² ആണ്. 2 ഇൻറ്റു ഇവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ 1 എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും 2. അതായത് കെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. കെ എന്ന ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. രണ്ടാമത്തെ ഷെല്ല് നമുക്ക് നോക്കാം. എൽ ഷെൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പൊ എന്നിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ 2 ഇൻറ്റു 2 നമുക്കറിയാം 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. അപ്പൊ എൽ എന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. മൂന്നാമതായുള്ള എം
എം ഷെല്ലാണെങ്കിൽ 2 ഇൻറ്റു 3ന്റെ സ്ക്വയർ മൂന്നാമത്തെ ഷെല്ലാണ്. 3ന്റെ സ്ക്വയർ നമുക്കറിയാം 9 ആണ്. 9 ഇൻറ്റു 2 18 ആണ് മൂന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന, അതായത് എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അടുത്ത എൻ ഷെല്ലാണെങ്കിൽ 2 ഇൻറ്റു 4ന്റെ സ്ക്വയർ നമുക്കറിയാം 16 ആണ്. 16 ഇൻറ്റു 2 32. അപ്പൊ ഇതാണ് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കെ ഷെല്ലിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 2 ആണ്. എൽ ഷെല്ലിൽ രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ അത് 8 ആണ്. മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ അത് 18 ആണ്. നാലാമത്തെ ഷെൽ അതായത് എൻ ഷെല്ലാണെങ്കിൽ 32 ആണ്. ഇങ്ങനെ നമ്മുടെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയ്ക്ക് ഉള്ള ന്യൂക്ലിയസിന് ചുറ്റും ഒരു ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് പാതയിൽ പറയുന്ന പേരാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഈ ഓർബിറ്റിൽ നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട് KLMN എന്ന് പറഞ്ഞ നെയിം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. അങ്ങനെ നമ്മൾ ഓരോ ഷെല്ലുകളിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പറഞ്ഞു. K ഷെല്ലാണെങ്കിൽ 2 ആണ്. L ഷെല്ലാണെങ്കിൽ 8, M ആണെങ്കിൽ 18, N ഷെല്ലാണെങ്കിൽ 32 ഇലക്ട്രോൺസ്. അപ്പൊ ഇത് നമ്മുടെ LDC കഴിഞ്ഞ വർഷത്തെ LDC ട്രിവാൻഡ്രത്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കാം. അടുത്ത ക്വസ്റ്റൻ നോക്കാം നമുക്ക്. അടുത്ത രണ്ടാമത് ചോദിച്ചത് നമ്മളിപ്പം പറഞ്ഞൊരു ക്വസ്റ്റൻ ആണ്. രണ്ടാമത് ചോദിച്ചത് ഈ ഒരാറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. എൻ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചത്. അത് നമ്മുടെ 2017 ചോദിച്ച ക്വസ്റ്റൻ ആണ്. എറണാകുളം കണ്ണൂരിൽ 2017 LDCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കെ ഷെല്ലിൽ എത്രയാണ്? കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. എൽ ഷെല്ലാണെങ്കിൽ എത്ര? നമ്മൾ നേരത്തെ 2 ഇൻറ്റു 2², അതായത് 8 ഇലക്ട്രോൺസ്. എം ആണെങ്കിൽ എത്ര? 18 ഇലക്ട്രോൺസ്. എൻ ആണെങ്കിൽ എത്ര? 32 ഇലക്ട്രോൺസ്. അപ്പൊ ഇതാണ് ഓരോ ഷെല്ലിനും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. 2017 LDCയിൽ എറണാകുളം കണ്ണൂരിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32 ആണ്. അപ്പൊ ഓരോന്നും ഇതാണ് നമ്മുടെ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകൾ. കെ ഷെല്ലാണെങ്കിൽ 2, എൽ ഷെല്ലാണെങ്കിൽ 8, എം ആണെങ്കിൽ 18, എൻ ആണെങ്കിൽ 32. അല്ലെങ്കിൽ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2, രണ്ടാമത്തെ ഷെല്ലാകുമ്പോൾ അത് 8 ആവും. മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ അത് 18, നാലാമത്തെ ഷെല്ലാണെങ്കിൽ 32. ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 2017 LDC പരീക്ഷയ്ക്ക് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അടുത്ത മൂന്നാമത്തെ നോക്കിയുള്ള ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണം. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതെന്നാണ് ചോദിച്ചത്. ഇതും 2017 ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് 2017 LDCക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണം. അപ്പൊ നമുക്കറിയാം ആറ്റത്തിലുള്ള കണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പിന്നെ അതാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇതാണ് ആറ്റത്തിലുള്ള കണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓപ്ഷനും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അയോണുകൾ ഇതായിരുന്നു ഓപ്ഷൻ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാം. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതായിരുന്നു ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ് ചാർജുള്ള കണം. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ. പ്രോട്ടോൺ നമുക്കറിയാം ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോൺ. ന്യൂട്രോൺ നമുക്കറിയാം ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. അയോണുകൾ എന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ അയോൺ ഫോം ചെയ്യുന്നത്. ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാൽ അവയെ പറയുന്ന പേരാണ് അയോണുകൾ എന്ന് പറയുന്നത്. അയോൺസ് 2 തരത്തിലുള്ള പോസിറ്റീവ് അയോൺ, നെഗറ്റീവ് അയോൺസ് ഉണ്ട്. പോസിറ്റീവ് അയോണുകൾ നമ്മൾ പറയുന്ന പേര് പോസിറ്റീവ് അയോൺ ആണെങ്കിൽ പോസിറ്റീവ് അയോണിനെ പറയുന്ന കാറ്റയോൺ എന്ന് പറയും. പോസിറ്റീവ് അയോണിനെ പറയുന്ന പേരാണ് കാറ്റയോൺ. നെഗറ്റീവ് അയോൺ ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് ആനയോൺ എന്നും പറയും. ആനയോൺ. അപ്പൊ ആലോചിച്ചിരിക്കുക, ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോൺസ്. ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്.
അയോണുകൾ അതിൽ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ നമ്മൾ കാറ്റയോൺസ് എന്നും നെഗറ്റീവ് ചാർജുള്ള അയോണുകളാണെങ്കിൽ അവയെ ആനയോൺസ് എന്ന് ചോദിക്കും. അപ്പൊ കാറ്റയോണിന്റെ ചാർജ് എന്താണെന്ന് വെച്ചാൽ അതിന് പോസിറ്റീവ് ചാർജും ആനയോണിന്റെ ചാർജ് എന്താണെന്ന് വെച്ചാൽ അതിന് നെഗറ്റീവ് ചാർജ് ആണെന്നും പറയാം. അപ്പം ഇത് 2017 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. 2017 ചോദിച്ച ആറ്റത്തിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് ആവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റൻ നോക്കിക്കോളാം. ഇലക്ട്രോണിന്റെ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോണിനെ നമുക്കറിയാം, ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് പ്രോട്ടോൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെൻ ആർട്ടീസ് എന്ന് പറഞ്ഞു. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് നമുക്കറിയാം, പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. നമ്മൾ പെൻ ആർട്ടിസി എന്ന് പറഞ്ഞൊരു കോഡ് പറഞ്ഞായിരുന്നു. പെൻ ആർട്ടിസി. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. അപ്പൊ ഇത് നമുക്കറിയാം. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത് നമുക്കറിയാം. പ്രോട്ടോൺ റുദർഫോർഡ് ആണ് കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ JJ തോംസൺ ആണ് കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ പെൻ ആർട്ടിസ് നമ്മൾ കോഡൊക്കെ അവിടെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതാണ്. അപ്പൊ ഇവിടെ ചോദിച്ചത് ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം, അതിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലിക്കൻ ആണ് കണ്ടുപിടിച്ചത്. മില്ലിക്കൻ. അപ്പം അതിപ്പോഴും ആലോചിച്ചിരിക്കുക. വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് മില്ലിക്കൻ. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മില്ലിക്കൻ ആണ് ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്. അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ച പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം വഴിയാണ് അത് കണ്ടുപിടിക്കുന്നത്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മില്ലിക്കൻ ആണ്. ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയത് ഏത് വഴിയാണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം വഴിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓരോന്നിന്റെ നമുക്ക് ചാർജ് നോക്കാം. ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, അതായത് -1.602 × 10⁻⁻19 കൂളം. -19 കൂളം ആണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇലക്ട്രോൺ നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ -1.602 × 10⁻⁻19 കൂളമ്പാണ് നമ്മൾ കൂളമ്പാണ് നമ്മൾ ചാർജിന്റെ യൂണിറ്റ് രേഖപ്പെടുത്തുന്നതാണ് കൂളം. പ്രോട്ടോൺ ആണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് ചാർജ്, പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോൺ ഉള്ളത്. ഇലക്ട്രോണിന് എന്ത് ചാർജ് ഉണ്ടോ അത്രയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് പ്രോട്ടോണിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചാർജ് +1.602 × 10⁻⁻19 കൂളമ്പാണ്. ന്യൂട്രോൺ ആണെങ്കിൽ നമുക്കറിയാം ന്യൂട്രൽ ആണ്. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. ചാർജ് 0 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത് ചോദിച്ച ക്വസ്റ്റ്യൻ. നാലാമത് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതും കഴിഞ്ഞ വർഷം LDC പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2017 LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മില്ലിക്കൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം മില്ലിക്കൻ നടത്തിയ ചാർജിന്റെ മൂല്യം കണ്ടുപിടിക്കാനായിട്ട് മില്ലിക്കൻ നടത്തിയ പരീക്ഷണം അറിയപ്പെടുന്നത് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം എന്നാണ്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓരോന്നിന്റെ ചാർജ് നോക്കിക്കോളാം. ഇലക്ട്രോൺ നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ -1.1.602 × 10⁻⁻19 കൂളമ്പാണ് ചാർജിന്റെ യൂണിറ്റ്. ഇത്രയും കൂളമ്പാണ് ഇലക്ട്രോണിന്റെ. അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് പ്രോട്ടോണിനുണ്ട്. +1.602 × 10⁻⁻19 കൂളമ്പാണ് പ്രോട്ടോണിന്റെ ചാർജ്. ന്യൂട്രോൺ എന്ന് പറഞ്ഞില്ല, ചാർജ് ഇല്ല. അപ്പൊ ഇതാണ് നമ്മൾ നാലാമത് പറയുന്ന ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക. ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മില്ലിക്കൻ. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം വഴിയാണ് ഇവയുടെ ചാർജിന്റെ മൂല്യങ്ങൾ. ഇലക്ട്രോൺ -1.602 × 10⁻⁻19 കൂളം. പ്രോട്ടോൺ +1.602 × 10⁻⁻19 കൂളം. ന്യൂട്രോൺ ആണെങ്കിൽ ഇല്ല, ചാർജ് ഇല്ല. അടുത്ത അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ. അഞ്ചാമത് നമ്മൾ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞ വർഷം LDC പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. പ്രോട്ടോണിന്റെ മാസ് എത്ര? പ്രോട്ടോണിന്റെ മാസ് എത്രയെന്നാണ് കഴിഞ്ഞ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. പ്രോട്ടോണിന്റെ ഓരോന്നിന്റെ മാസ്. നേരത്തെ നമ്മൾ ചാർജ് പറഞ്ഞ് ഇവിടെ ഓരോന്നിന്റെ മാസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1.6726 × 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ. 1.6726 അല്ലെങ്കിൽ 67 ആയാലും 6726 × 10⁻⁻27 കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ന്യൂട്രോൺ ആകുമ്പോൾ
ന്യൂട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 1.6749 6749 into 10⁻⁻27 കിലോഗ്രാം ആണ് ന്യൂട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ. പ്രോട്ടോണിന്റെ മാസ് 1.6726 into 10⁻⁻27 കിലോഗ്രാം. ന്യൂട്രോണിന്റെ മാസ് 1.6749 into 10⁻⁻27 കിലോഗ്രാം ആണ് ന്യൂട്രോൺ. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ 9.102 into 10⁻⁻31 കിലോഗ്രാം. 9.109 into 10⁻⁻31 കിലോഗ്രാം ആണ് അതിന്റെ ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതും ചോദിച്ച കഴിഞ്ഞ 2017 LDC ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷം ഇപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ തവണ ചോദിച്ചു പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്. പ്രോട്ടോണിന്റെ മാസ് നോക്കുക 1.6726 into 10⁻⁻27 കിലോഗ്രാം ആണ്. ന്യൂട്രോണിന്റെ ആണെങ്കിൽ 1.6749 6.749 into 10⁻⁻27 കിലോഗ്രാം ആണ്. അല്ല 10⁻⁻27 ആണ് രണ്ടിലും. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 9.109 into 10⁻⁻31 കിലോഗ്രാം. അപ്പം ഇത്രയാണ് നമ്മുടെ കഴിഞ്ഞ തവണ LDC 2017 LDC പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അവർ തരിക കാര്യം ഇതിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്.